പ്രമേഹത്തിന് മരുന്ന് കഴിച്ചു തുടങ്ങിയ ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ അവർക്ക് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരിക്കാം. പക്ഷേ നമുക്ക് പലർക്കും പേടിയാണ്. പ്രമേഹം എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും പേടി ആയതുകൊണ്ട് തന്നെ നമ്മൾ മരുന്ന് കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞവർ, അതായത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ, ഇപ്പോൾ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 150 ആ റേഞ്ചിലൊക്കെ കിടക്കുന്ന വ്യക്തികൾ, അതുപോലെ തന്നെ 3 മാസത്തെ ആവറേജിൽ കുറച്ച് കൂടുതലായിട്ടൊരു വേരിയേഷൻസ്, ഒരു 6.5ൻ്റെ മേലോട്ട് കാണിക്കുന്ന ആളുകളിലൊക്കെ അവരുടെ ആ മെഡിസിൻ്റെ ഡോസൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്ത് പോകാനും നല്ലൊരു ഡയറ്റ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാലമൊന്നും നമുക്കിങ്ങനെ മെഡിസിൻസ് കഴിച്ച് പോകാൻ പറ്റില്ല. ഒരുപാട് പേര് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്നത്തെ സമൂഹം നമ്മൾ എടുത്തു നോക്കുന്നുണ്ടെങ്കിൽ മിക്ക ആളുകളും ഒരു മെഡിസിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും മരുന്ന് വേണം. അപ്പം ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, ഒരു ജീവിതശൈലി രോഗത്തിന് മെഡിസിൻസ് നിർബന്ധമാണോ? അപ്പം എല്ലാ കേസുകളിലും നമുക്ക് മരുന്നുകൾ ആവശ്യമില്ല. നിങ്ങൾ പലരും പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഷുഗർ വന്ന് കൂടിപ്പോവോ എന്ന് പേടിച്ചിട്ട് നമ്മൾ പലരും മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അതുപോലെയല്ല, ചില ആളുകൾക്ക് നല്ല കൂടുതലായിട്ട് നിന്നിട്ട് അവർക്ക് പാരമ്പര്യമായിട്ട് വന്നിട്ടുണ്ട്, കുറേ കാലമായിട്ടുള്ളതാണ്, ഞരമ്പുകളെ ബാധിച്ചു, കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു, കിഡ്നിയെ ബാധിച്ചു എന്നുള്ള സ്റ്റേജൊക്കെ നിങ്ങൾ കാണാറുണ്ട്. അങ്ങനെയുള്ളൊരു സ്റ്റേജിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്താണെങ്കിലും മെഡിസിൻസ് അവിടെ കഴിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അത് ബാക്കിയുള്ള ഡാമേജസ് ബോഡിയിൽ ഉണ്ടാക്കും. അതല്ലാത്ത പക്ഷം ഇപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നിങ്ങൾ ഡിറ്റക്ട് ചെയ്തതാണ് ഷുഗർ ഉണ്ട് എന്നുള്ളൊരു കാര്യം. ബൈ ചാൻസ് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും ഈ ഷുഗർ അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ഓഫ് ഗ്ലൂക്കോസിനെ അവരുടെ ഒരു നോർമൽ റേഞ്ചിലോട്ട് കൊണ്ടുവരാൻ പറ്റിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് എക്സസൈസ്, വ്യായാമമാണ്. ഈ 2 കാര്യങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഷുഗർ നോർമലാക്കാൻ പറ്റും. ചില ആളുകൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തവരുണ്ടായിരിക്കും. അപ്പം അവരാണെങ്കിലും ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ പറഞ്ഞ മെഡിസിനെ കുറയ്ക്കാം, അല്ലെങ്കിൽ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു രീതിയിലോട്ട് തന്നെ നമുക്ക് വരാൻ സാധിക്കും. കാരണം നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ അത്രയും വളരെ എഫേർട്ട് എടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഷുഗർ നോർമൽ ആക്കണം എന്ന് കരുതിയിട്ട് പലരും പല ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ട് അവരുടെ മെഡിസിൻസൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റാണ് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഷുഗർ വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് ശരിക്കും? നമ്മുടെ രക്തത്തിനകത്ത് ഗ്ലൂക്കോസ് കൂടുന്നൊരു കണ്ടീഷനാണ്. അപ്പം ഇതിൽ തന്നെ നമുക്ക് 2 രീതിയിൽ ഷുഗർ ആളുകളിൽ വരും. ഒന്ന് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളതും, ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഈ കേസുകളിൽ ഇന്ന് കൂടുതലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പലരിലും കാണുന്നത്. ഇൻസുലിൻ ഉണ്ട്, പക്ഷേ അതിന് ആക്റ്റീവ് ആവാൻ പറ്റണില്ല, അതൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. അമിതവണ്ണം, പൊണ്ണത്തടി, ഫാറ്റി ലിവർ പോലെയുള്ള പല അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്ന ഇൻസുലിനെ നമുക്ക് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ജിമ്മിൽ പോയിട്ട് ഹെവി വെയിറ്റ് എടുത്ത് ലിഫ്റ്റ് ചെയ്യുക എന്നൊന്നും പറയുന്നില്ല. ചില ആളുകൾ പറയാറുണ്ട് 60 വയസ്സിന് ശേഷമാണ് ഷുഗർ ഡിറ്റക്ട് ചെയ്തത്, 60 വയസ്സെത്തിയപ്പോഴാണ് ഷുഗർ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജിമ്മിൽ പോയിട്ട് ഒരു ഹെവി വെയിറ്റ് എടുത്ത് പോകും, അല്ലെങ്കിൽ ഉയർത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. അപ്പം ഏറ്റവും നല്ലൊരു എക്സസൈസ് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് വ്യായാമം, അതായത് നടത്തം എന്ന് പറയുന്നതാണ്. നല്ലൊരു നടത്താണ് അവർ വ്യായാമമായിട്ട് സെലക്ട് ചെയ്തതെങ്കിൽ അത് മതി. അതൊരു 3/4 മണിക്കൂർ, 1 മണിക്കൂർ നല്ല രീതിയിൽ നടക്കുക. അപ്പം ഈ നടത്തം നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരിക. ഇല്ലെങ്കിൽ ഇപ്പം അത്യാവശ്യം നമുക്കൊരു ഏജൊന്നുമില്ല, നമുക്ക് വേദനകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ നടന്നിട്ട് ഒരു 10 മിനിറ്റ് ജസ്റ്റ് നിങ്ങളൊന്ന് ഓടിയാൽ മതി. ഈ ഒരു ഓട്ടം എന്ന് പറയുന്നത് നിങ്ങൾ റോട്ടിലൂടെ ഓടണമെന്നൊന്നും പറയുന്നില്ല. നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ബേൺ ഔട്ട് ആവും. അതുപോലെ തന്നെ ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസും കാര്യങ്ങളും നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും.